ഹായ്, PSC പിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽബുക്കർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അൽബുക്കർക്കിൻ്റെ അനന്തരഗാമികൾ, അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും. നേരെ വീഡിയോയിലേക്ക്. അൽബുക്കർക്കിൻ്റെ അനന്തരഗാമികൾ. അൽബുക്കർക്കിൻ്റെ പിന്തുടർച്ചക്കാർ അശക്തരും അഴിമതിക്കാരുമായിരുന്നതുകൊണ്ട് അവർക്ക് കാര്യമായൊന്നും നേടാൻ കഴിഞ്ഞില്ല. അൽബുക്കർക്കിൻ്റെ പിന്തുടർച്ചക്കാർ അശക്തരും അഴിമതിക്കാരുമായതുകൊണ്ട് അവർക്ക് കാര്യമായി നേടാൻ കഴിഞ്ഞില്ല. ലെപ്പോസോറസ്, പേരോർത്തിരിക്കുക, ലെപ്പോസോറസ് 1515 1518. അപ്പം നമ്മൾ പറഞ്ഞു 1515 ഡിസംബറിൽ ഗോവയിൽ വെച്ച് അൽബുക്കർക്ക് അന്തരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നിയമിതനായതാണ് ലെപ്പോസോറസ്, വൈസ്രോയുടെ നിയമിതനായാണ് ലെപ്പോസോറസ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് സാമൂതിരിയെ വധിക്കാനായിട്ടൊരു വിഫല ശ്രമം നടന്നു. ഇപ്പോൾ രണ്ട് ശക്തികളും തമ്മിലുണ്ടായിരുന്ന ശത്രുത പുതിയ തലത്തിലേക്ക് എത്താൻ ഇത് കാരണമായി. അപ്പോൾ ലെപ്പോസോറസ് 1515 മുതൽ 18 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ഈ ഒരു കാലത്ത് സാമൂതിരിയെ വധിക്കാനായിട്ടൊരു വിഫല ശ്രമം നടന്നു. സാമൂതിരി വധിക്കാൻ കഴിഞ്ഞില്ല. അപ്പം സാമൂതിരിയും ഇവരും തമ്മിലുള്ള പോർച്ചുഗീസുകാരും തമ്മിലുള്ള ശത്രുത ഒരു പുതിയ തലത്തിലേക്ക് എത്തി. ലെപ്പോസോറസ് 1516 കൊല്ലം രാജ്ഞിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ലെപ്പോസോറസ് 1516 കൊല്ലം രാജ്ഞിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതായത് വേണാട് രാജ്ഞി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇതനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളകും മറ്റു ചരക്കുകളും കൊല്ലം തുറമുഖത്ത് കിട്ടി. അപ്പോൾ അതനുസരിച്ച് അവർക്ക് കൊച്ചിയിലെ വിലയ്ക്ക് കൊല്ലം തുറമുഖത്ത് കുരുമുളകും മറ്റ് ചരക്കുകളും കിട്ടി. അവർക്ക് അവിടെ ചുങ്കം കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ അവർക്ക് കൊല്ലം തുറമുഖത്ത് ചുങ്കം കൊടുക്കേണ്ടി വന്നില്ല. സ്ഥലവാസികളായ ക്രിസ്ത്യാനികൾക്ക് അവർ ചില വിശേഷ ആനുകൂല്യങ്ങൾ നൽകി. അപ്പോൾ കൊല്ലത്തെ സ്ഥലവാസികളായ ക്രിസ്ത്യാനികൾക്ക് അവർ ചില വിശേഷ ആനുകൂല്യങ്ങളൊക്കെ നൽകി. ഇത്തരം കാര്യങ്ങളാണ് ലെപ്പോസോറസിൻ്റെ കാലത്ത് നടന്നത് 1515 18. ഇനി അടുത്തത് സെക്കീറോയുടെ കാലത്താണ്. സെക്കീറോയുടെ കാലത്ത് 1518 മുതൽ 22 വരെയാണ് സെക്കീറ വൈസ്രോയി ആയിട്ടിരുന്നത്. കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായത്തോടെ കോഴിക്കോട് ആക്രമിക്കാൻ നിഷ്ഫലമായ ഒരു യത്നം നടത്തി. അപ്പോൾ സെക്കീറോയുടെ കാലത്ത് 1518 22 കാലത്ത് കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായത്തോടുകൂടി കോഴിക്കോട് ആക്രമിക്കാനായിട്ട് ഒരു നിഷ്ഫലമായിട്ടുള്ള ഒരു യത്നം നടത്തി. ഓക്കെ. ഇനി ഡാർട്ടെ ഡി മെനസസ് 1522 മുതൽ 24 വരെ അടുത്ത പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് ഡാർട്ടെ ഡി മെനസസ് ആണ്. അങ്ങനെ തന്നെ ആ പേര് ഓർത്തിരിക്കണം, കാരണം വേറൊരു മെനസസ് വരുന്നുണ്ട്. ഡാർട്ടെ ഡി മെനസസിൻ്റെ കാലത്ത് 1522-24 പോർച്ചുഗീസുകാരെ സാമൂതിരിയുടെ മുസ്ലിം പ്രജകളും തമ്മിൽ തുറന്ന സംഘട്ടനങ്ങൾ നടന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് പോർച്ചുഗീസുകാരും സാമൂതിരിയുടെ മുസ്ലിം പ്രജകളും തമ്മിൽ തുറന്ന സംഘട്ടനങ്ങൾ നടന്നത്. മാപ്പിളമാർ 10 പോർച്ചുഗീസ് കപ്പലുകൾ പിടിച്ചെടുക്കുകയും കൊച്ചി തുറമുഖം ആക്രമിക്കുകയും ചെയ്തു. അവർ കുട്ടിയാലി എന്ന സമർത്ഥന നേതാവിൻ്റെ കീഴിൽ കൊടുങ്ങല്ലൂരും ആക്രമിച്ചു. ഈ കുട്ടിയാലി എന്ന് പറയുന്നത് കുഞ്ഞാലി മരയ്ക്കർമാരിൽ വരുന്ന ഒരാളാണ് കുട്ടിയാലി എന്ന് പറയുന്നത്. കുഞ്ഞാലി മരയ്ക്കർമാർ 4 പേരുണ്ട്. അപ്പം കുഞ്ഞാലിമാരെ കുറിച്ച് പറയുമ്പം ഡീറ്റെയിൽഡായിട്ട് കുട്ടിയാലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവർ കുട്ടിയാലി എന്ന സമർത്ഥന നേതാവിൻ്റെ കീഴിൽ കൊടുങ്ങല്ലൂരും ആക്രമിച്ചു. കോഴിക്കോടുണ്ടായ പോർച്ചുഗീസ് നാവിക സൈന്യം അവരുടെ കൊടിയ ആക്രമണത്തിന് ഇരയായി. അപ്പം കോഴിക്കോടുണ്ടായിരുന്ന പോർച്ചുഗീസ് നാവിക സൈന്യം അവരുടെ കൊടിയ ആക്രമണത്തിന് ഇരയായി എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ഡാർട്ടെ ഡി മെനസസിൻ്റെ കർത്തവ്യ നിർവഹണത്തിന് അപ്രാപ്തനാകിയാൽ. അപ്പോൾ ഡാർട്ടെ ഡി മെനസസ് കർത്തവ്യ നിർവഹണത്തിന് അപ്രാപ്തനായാൽ അദ്ദേഹം അത്ര ശക്തനായ ഭരണാധികാരിയൊന്നും അല്ലാതാൽ 1524 വാസ്കോഡ ഗാമ തന്നെ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയായി വീണ്ടും വന്നു. അപ്പോൾ അദ്ദേഹം ഇത്തവണ 3ാമത്തെ വരവാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇത്തവണ വരുന്നത് പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ഇതിന് മുൻപേ 2 തവണ വന്നതും അദ്ദേഹം വാണിജ്യ താല്പര്യങ്ങൾക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം വരുന്നത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടല്ല. 3ാമത്തെ വരവിലാണ് അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് വരുന്നത്. 1524 അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആവുന്നതെന്നും ഓർത്തിരിക്കുക. ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയായി നമ്മുടെ വാസ്കോഡ ഗാമ 1527 വീണ്ടും വന്നു. അദ്ദേഹം ഗോവയിൽ വന്ന മാത്രയിൽ ഡിസൂസയുടെ നേതൃത്വത്തിൽ ഒരു നാവികസേനയെ അയച്ച് കോഴിക്കോട്ട് വെച്ച് കുട്ടിയാലിയെ തോൽപ്പിച്ചു. അപ്പം അദ്ദേഹം വന്ന മാത്രയിൽ ചെയ്തത് എന്താണ്? ഗോവയിൽ വന്ന മാത്രയിൽ തന്നെ ഡിസൂസ എന്ന് പറയുന്ന സൈനികൻ്റെ നേതൃത്വത്തിൽ ഒരു നാവികസേനയെ അയച്ച് കോഴിക്കോട്ട് വെച്ച് നമ്മുടെ കുട്ടിയാലിയെ തോൽപ്പിച്ചു. കണ്ണൂർ രാജാവ് ആരാണ്? കൊലത്തിരിയാണ്, അറിയാലോ. കണ്ണൂർ രാജാവ് തൻ്റെ പ്രശസ്തന്മാരായ കപ്പിത്താന്മാരിലൊരായ വലിയ ഹസനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുക്കാൻ നിർബന്ധനായി. അപ്പം കണ്ണൂർ രാജാവ് തൻ്റെ പ്രശസ്തന്മാരായ കപ്പിത്താന്മാരിൽ ഒരാളായിരുന്നു ഈ വലിയ ഹസൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയാലിയൊക്കെ ആയിട്ട് ചേർന്ന് പോർച്ചുഗീസുകാർക്കെതിരെ ഈ വലിയ ഹസനും സമരവും ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വലിയ ഹസനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്ത് കണ്ണൂർ രാജാവ് വിട്ടുകൊടുക്കാനായിട്ട് നിർബന്ധിതനായി ഈ ഒരു സാഹചര്യത്തിൽ.
വാസ്കോഡ ഗാമയുടെ ഭരണം 3 മാസത്തേക്കേ നീണ്ടുള്ളൂ. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. 1524 ഡിസംബർ 24. ആൽബുക്കർക്ക് 1515 ഡിസംബറിൽ ഗോവയിൽ വെച്ച് അന്തരിക്കുന്നു. ഇത് നമ്മുടെ വാസ്കോഡ ഗാമ 1527 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിക്കുന്നത്. കൊച്ചി നഗരത്തിലെ ഇന്നത്തെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഹെൻറിക് ഡി മെനസസ്, അപ്പം നേരത്തെ ഡാർട്ടെ ഡി മെനസസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം വേറൊരു അടുത്ത വാസ്കോഡ ഗാമയ്ക്ക് ശേഷം വന്ന വ്യക്തിയാണ് ഹെൻറിക് ഡി മെനസസ്. 1524 മുതൽ 26 വരെ അദ്ദേഹമായിരുന്നു വൈസ്രോയി. വലിയ ഹസനെ വധിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തി. വലിയ ഹസനെ കണ്ണൂർ രാജകോലത്തിരി ഇതുപോലെ വിട്ടുകൊടുത്തു. ഇവരുടെ തടവിലായി. ആ സമയത്താണ് വാസ്കോഡ ഗാമ അന്തരിക്കുന്നത്. അതിനുശേഷം മെനസസ് വന്നു. അപ്പോൾ മെനസസ് വന്നതിന് ശേഷം ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ വലിയ ഹസനെ വധിക്കുകയായിരുന്നു. ഇത് പോർച്ചുഗീസുകാരും കോലത്തിരിയുമുള്ള ബന്ധത്തെ വഷളാക്കി. അപ്പം വലിയ ഹസനെ ഇതുപോലെ വിട്ടുകൊടുക്കുന്നെങ്കിലും വധിക്കും എന്നൊന്നും കോലത്തിരിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് കോലത്തിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കി. മെനസസിൻ്റെ കാലത്ത് സമുദ്രാധിപത്യത്തിൻ്റെ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കൊണ്ടുപിടിച്ച സമരം നടന്നു. അപ്പം മെനസസിൻ്റെ കാലത്താണ് സമുദ്രാധിപത്യത്തിന് വേണ്ടി പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കൊണ്ടുപിടിച്ച സമരം നടന്നു. സാമൂതിരിയുടെ നാവികസേനാ നായകന്മാരായിരുന്ന കുഞ്ഞാലിമാർ ഈ സമരങ്ങളിലാണ് സുപ്രസിദ്ധരായത്. അപ്പോൾ സാമൂതിരിയുടെ നാവികസേനാ നായകന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാർമാർ ഈ സമരങ്ങളിലാണ് സുപ്രസിദ്ധരായത്. അടുത്ത വീഡിയോയിൽ പറയുന്നത് കുഞ്ഞാലി മരയ്ക്കാർമാരെ കുറിച്ചാണ്. അപ്പോൾ 4 കുഞ്ഞാലി മരയ്ക്കാർമാരെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.